നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്താണ് 144 പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അബദ്ധജടിലമാണ്, അവാസ്തവമാണ്, രേഖകൾക്ക് വിരുദ്ധമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് എൻ്റെ മുമ്പിലുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 61 പേരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഇതിൻ്റെ കാരണം എന്താ? എങ്ങനെയാണ് ചെയ്യുന്നത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ, ക്രൂരകൃത്യങ്ങൾ, കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർ, ലോങ് ലീവ് എടുത്ത് പോകുന്നവർ, അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഈ കേസുകൾ എടുക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു ഗവൺമെൻറ് കാലത്തും ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. അത് വളരെ അവാസ്തവമായ കാര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ ക്രമസമാധാന നില ജനങ്ങളുടെ ജീവന് സ്വത്തിന് സുരക്ഷിതത്വമില്ല. പോലീസ് സ്റ്റേഷനിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പോലീസുകാരുടെ അക്രമങ്ങൾ വ്യാപകമാകുന്നു. സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഗവൺമെന്റിന് ഒത്താശ ചെയ്യുന്ന പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലാണ് പോലീസ്. പാർട്ടി പരിപൂർണമായി പോലീസിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് കൊണ്ടാണ് കേരള പോലീസിന് ഈ ദുർഗതി വന്നിട്ടുള്ളത്. അതിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനുണ്ടായ അനുഭവം എത്ര ദാരുണമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? 11 കേസുണ്ട്. എന്താ 11 കേസ്? ജാഥ നടത്തി, പോലീസ് സ്റ്റേഷൻ പിക്കറ്റിംഗ് നടത്തി, മൈക്കിൽ പ്രസംഗിച്ചു, 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിന്നു. ഇതൊക്കെയാണ് കേസ്. അപ്പോൾ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാടുന്നവരെ അപമാനിക്കുകയും ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന ഈ നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഇന്ന് നോക്കുകുത്തിയാണ്. ഒരു പരാതി ആൾക്കും കൊടുക്കാനുള്ള വിശ്വാസമില്ല. CPMന്റെ സഹയാത്രികരായ ആളുകളെ കൊണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കുത്തി നിറച്ചിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നിയമനം ഉണ്ടായത്. ഒരു എൻക്വയറി നടത്താൻ പോലീസിലല്ലാത്ത ഒരാളിനെ അതിൻ്റെ എൻക്വയറി ഓഫീസറായി വെക്കണമെന്നുള്ള എൻ്റെ തീരുമാനം. ആ തീരുമാനം ഈ ഗവൺമെന്റ് വന്ന ശേഷം അത് ഇല്ലാതാക്കി. ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ ഇത് പുനഃസ്ഥാപിക്കണം. അവർ പുനഃസ്ഥാപിച്ചില്ല. അപ്പോൾ ജസ്റ്റിസ് VK മോഹനും ഒരു DGPയും കൂടി എല്ലാം തീരുമാനിച്ചു. അപ്പോൾ ജനങ്ങൾ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കും? പോലീസിനെതിരെ പോലീസിന് തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് പോലീസിന് പുറത്തുള്ള ഒരാളെ വെച്ചത്. അത് വളരെ ഫലപ്രദമായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ പരിണിത ഫലമാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ആളുകൾ കേസ് കൊടുക്കാറ്. അപ്പോൾ പോലീസ് ഭരണം CPMന്റെ കൈകളിൽ അമർന്നിരിക്കുന്നു. പാർട്ടി പറയുന്ന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി ഇത് മാറിയിരിക്കുന്നു. അതാണ് ഇന്ന് കാണുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം. ഈ പോലീസ് അതിക്രമ സഭയിൽ ഉന്നയിക്കപ്പെടുന്നു, വിലക്കയറ്റം ഉന്നയിക്കപ്പെടുന്നു, ഇതെല്ലാം ഉന്നയിക്കുന്നു. പക്ഷേ ഈ ഭരണപക്ഷത്തിന് ഏതെങ്കിലും രീതിയിലൊരു പ്രതീതി, അതായത് അവർക്കൊരു എഡ്ജ് ഉണ്ടെന്നൊരു പ്രതീതി നിലവിലുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി, UDFന്റെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ? സഭയിൽ ഒരു പാളിച്ചയുമില്ല. ഞങ്ങൾക്ക് അടിയന്തര വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും, ജനങ്ങളെ ബാധിക്കുന്ന. അത് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭരണപക്ഷത്തിന് കൂടുതൽ സമയം കിട്ടും, നമുക്ക് വളരെ കുറച്ച് സമയം. ആ കുറച്ച് സമയം എന്ന് വെച്ചാൽ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സമയം കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഫലപ്രദമായി തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അതിലൊന്നും ഒരു പിന്നോക്കം പോയിട്ടില്ല. ഈ പോലീസ് അതിക്രമത്തിൽ 2 ആഭ്യന്തരമന്ത്രിമാരാണ് സഭയിലുള്ളത്. താങ്കളുണ്ടായിരുന്നു, തിരുവഞ്ചൂർ അടക്കമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് AK ആന്റണിക്കടക്കം ശിവഗിരിയിലേതാകട്ടെ മുത്തങ്ങയിലേതാകട്ടെ പിന്നീട് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം. പ്രതിപക്ഷത്തിന് അത് സഭയിൽ നേരിട്ട് എതിർക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഉണ്ടാകുന്നു. താങ്കൾക്ക് പിന്നീട് 144 ഇല്ല എന്ന് പിന്നീട് പുറത്ത് ഞാൻ സഭയിൽ തന്നെ പറഞ്ഞു. ഞാൻ പോയിന്റ് ഓഫ് ഓർഡറിലൂടെ സഭയിൽ തന്നെ പറഞ്ഞു. പക്ഷേ നമുക്ക് പ്രസംഗിക്കാൻ അവസരമില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും ഈ സ്ട്രാറ്റജിയിൽ വന്നെന്തെങ്കിലും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും എതിർക്കുന്നതിൽ എങ്ങനെ? ഇല്ല, അത് കാരണം മുഖ്യമന്ത്രി അവസാനമല്ലേ പ്രസംഗിക്കുന്നത്. പിന്നെ ആർക്കും പ്രസംഗിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ ഞാനത് ഉന്നയിച്ചു.
അപ്പോൾ എല്ലാ തവണയും എല്ലാ വിഷയത്തിലും എനിക്ക് പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ കാര്യങ്ങൾ ചോദിച്ചു, പക്ഷേ എല്ലാത്തിനും നമുക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. എ കെ ആന്റണിക്ക് അതിൽ എന്തെങ്കിലും ഒരു നിരസുണ്ടോ? ഒരു കോർഡിനേഷൻ്റെയും അപാകതയില്ല. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വികാരം സഭയിൽ പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. രമേശ്, ആന്റണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീരസം ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് തന്നെ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് കാരണം അത് അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി. അത് സഭയിൽ എതിർക്കപ്പെടേണ്ടതല്ലായിരുന്നു. ഞാനതാ പറഞ്ഞു, ഏറ്റവും അവസാനമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അതിന് അന്നേരം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള നമുക്ക് പരിമിതമായ അവസരങ്ങളേ ഉള്ളൂ. അതാണ് സംഭവം. ഈ അടിയന്തര പ്രമേയങ്ങളെല്ലാം അത് തന്നെയാണ് ഞാൻ ഉന്നയിച്ചല്ലോ. ഇന്നലെ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ വിശദമായി. താങ്കൾക്കും ശ്രീ ആന്റണിക്കും എല്ലാം പത്രസമ്മേളനം നടത്തി ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം സഭയിൽ. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കാര്യം എന്താന്ന്. മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രസംഗിക്കാൻ അവസരമില്ല, ചോദ്യം ചോദിക്കാനേ പറ്റുള്ളൂ. ചോദ്യം ഒരു സെക്കൻഡിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം ഇനിയും കിട്ടുന്ന അവസരങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയും. രമേശ്, ഈ അടിയന്തര പ്രമേയങ്ങളൊക്കെ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തന്ത്രം നിങ്ങളെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു തന്ത്രമാണോ സർക്കാർ? അതാണ് അവർ നോക്കുന്നത്. കാരണം അവർക്ക് കൂടുതൽ സമയം കിട്ടും, ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്ന MLA-മാർ വളരെ ഫലപ്രദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ഇപ്പം PC വിശ്വനാഥാണെങ്കിലും അതോടൊപ്പം റോജി M. ജോൺ ആണെങ്കിലും N. ഷംസുദ്ദീൻ ആണെങ്കിലും അവർ 3 പേരാണ് അവതരിപ്പിച്ചത്. വളരെ ഭംഗിയായി തന്നെ അവർ അവതരിപ്പിച്ചു. ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഷൈനെതിരെ വന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPM-ന്റെ ലോക്സഭയിൽ മത്സരിച്ച നേതാവ് VD സതീശന്, പ്രതിപക്ഷ നേതാവിന് ഈ ആരോപണങ്ങളിൽ പങ്കുണ്ട് എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ വനിത പറഞ്ഞിട്ടുള്ളത്. CPM നേതാവ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിൽ പറയുന്നത്? സൈബർ അറ്റാക്ക് വിശദാംശങ്ങൾ അറിയില്ല. അല്ല, ഈ സൈബർ അറ്റാക്ക് നടക്കുന്ന ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ആളുകൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവർക്കെതിരെയുള്ള ഈ ഒരു ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഒരാൾ ഞാനല്ലേ, എന്നെയല്ലേ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. അല്ല, ആർക്കായാലും അങ്ങനെ ഒരു അക്രമം അത് കൃത്യമായി അറിയുന്നതിന് മുന്നേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെതിരെ എഴുതുന്നത് എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട ഒരാൾ ഞാനാണ്, ഇപ്പോഴും നേരിടുകയാണ്. അത് ഒരു കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ, ഇപ്പോഴും. കാരണം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി. അതെ, CPM പഴയ റിപ്പോർട്ടർ ചാനലിന്റെ MD നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പത്രസമ്മേളനം പറയുമ്പോൾ തന്നെ അവരിങ്ങനെ നമ്മളെ അവഹേളിക്കത്തക്ക നിലയിലുള്ള ക്യാപ്സൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM-ന്റെ കളിയാണ്. ഇതൊന്നും നടക്കാം. പക്ഷേ ഇത്ര ആരോപണം കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്നാണ് ഈ നേതാവ് പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്തുനിന്നോ ആസൂത്രിതമായി ഒരാളിനെ ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കുന്നതൊക്കെ CPM-കാരാണ്. പക്ഷേ പ്രധാന നേതാക്കളൊക്കെ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഷഫീർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ വനിതാ നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിന്റെ വസ്തുതകൾ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വരുമല്ലോ. നമ്മളെന്തിനാണ് കൂടുതൽ വേവലാതിപ്പെടുന്നത്? ഈ പൊതുരംഗത്തുള്ള വനിതകൾക്കെതിരെ ഇത്തരം നടത്തുന്നത് ശരിയാണോ? നോക്കാം. മറ്റൊരു കാര്യം, ഇപ്പോ T. പത്മനാഭൻ പറഞ്ഞത് ഈ എലപ്പള്ളി ബ്രൂവറി ആ വിഷയം, അത് ബഹുമാനമില്ലാത്ത ഈ എക്സൈസ് മന്ത്രി അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അത് UDF-ഉം 100% ആ ഇഷ്യൂ ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ്. പണ്ട് പിണറായി വിജയൻ ആദ്യത്തെ ഗവൺമെന്റ് ഭരണത്തിൽ ഉള്ളപ്പോൾ ബ്രൂവറികൾ അനുവദിക്കാനും ഡിസ്റ്റിലറി അനുവദിക്കാനും വന്നപ്പോൾ അതിനെതിരെ ശക്തമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞാൻ എതിർത്തു. അദ്ദേഹത്തിന് പിൻവലിച്ചു പോകേണ്ടി വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് നനയാതെ ഈറം ചുമക്കേണ്ടത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അന്ന് ഞാൻ ആ നിലപാടെടുത്തുകൊണ്ടാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും കേരളത്തിൽ വരാഞ്ഞത്. ഇപ്പം എലപ്പുള്ളിയിൽ ആരംഭിക്കുന്നു. പപ്പേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പൂട്ടിയവർ അവിടെ എലപ്പുള്ളിയിൽ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒക്കെ ആരംഭിക്കാൻ തീരുമാനം, ബോട്ടിലിംഗ് പ്ലാന്റുകളും. അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ ഞാനാണ്. ഒരു കാരണവശാലും അവിടെയൊന്നും ഇത് സ്ഥാപിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല. ഓക്കെ.